ഇപ്പോൾ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മുവിൻ്റെ മരണത്തിൽ ABVPയുടെ പ്രതിഷേധമാണ്. കോളേജിലേക്കാണ് തോന്നുന്ന പ്രതിഷേധം. നേരത്തെ കേസുവിൻ്റെ പ്രതിഷേധം ഒക്കെ നമ്മൾ കണ്ടതാണ്, വിദ്യാഭ്യാസ മന്ത്രി കണ്ടതാണ്. അതിന് പിന്നാലെ ABVP കൂടി ആ സമരരംഗത്തേക്ക് വരികയാണ്. ആ വിഷയത്തിലെ ദുരൂഹതകൾ, ആ വിഷയത്തിലെ കുടുംബത്തിൻ്റെ ആശങ്കകൾ ഇപ്പോഴും തുടരുകയാണ്. അറസ്റ്റടക്കം, ഈ സഹപാഠികളുടെ അറസ്റ്റടക്കം രേഖപ്പെടുത്തിയെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളിലെ ദുരൂഹതകൾ, അവരുടെ ആശങ്കകൾ, വേദനകൾ ഇപ്പോഴും തുടരുകയാണ്. അതിനോട് ചേർന്ന് നിൽക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ നേരത്തെ KSU കോളേജിലേക്ക് നടത്തിയ, SMB കോളേജിലേക്ക് നടത്തിയ സമരത്തിന് പിന്നാലെ ABVPയും ഇപ്പോൾ സമരത്തിലാണ്. AV ജയശങ്കർ വിവരങ്ങൾ വെച്ചിരുന്നുണ്ട്. ജയശങ്കർ, ആ വിഷയത്തെ വിദ്യാർത്ഥി സംഘടനകൾ കുറച്ച് ഗൗരവത്തിൽ, സീരിയസ് ആയി തന്നെ എടുക്കുകയാണല്ലേ? അതെ ആശ്മി, വിദ്യാർത്ഥി സംഘടനകൾ ഈ വിഷയത്തിൽ അമ്മുവിനെ തേടിക്കൊണ്ട് വരും ദിവസം പ്രതിഷേധം തുടരുമെന്ന് ആവർത്തിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ABVP വീണ്ടും പ്രതിഷേധിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ പത്തനംതിട്ടയിലെ MLA ഓഫീസിലേക്കാണ് ഇന്ന് ABVP പ്രവർത്തകരുടെ പ്രതിഷേധം. അവർ ഉന്നയിക്കുന്ന പ്രധാന വിഷയം ഈ അമ്മുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പിൻ്റെ ഇടപെടൽ, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന് അനാസ്ഥ സംഭവിച്ചു എന്നാണ്. അതായത് ഹോസ്പിറ്റലിലും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഉൾപ്പെടെ അമ്മുവിനെ എത്തിച്ച ഘട്ടത്തിൽ അമ്മുവിന് കൃത്യമായൊരു ചികിത്സ ലഭിച്ചില്ല, സൗകര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നില്ല. അടുത്തുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അമ്മുവിനെ അയക്കുന്നതിന് പകരം 100 കിലോമീറ്ററിലധികമുള്ള തിരുവനന്തപുരത്തേക്ക് റെഫർ ചെയ്തു വിട്ടു. അത്തരം ഗുരുതരമായ മെഡിക്കൽ നെഗ്ലിജൻസി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ABVP പ്രവർത്തകർ ആരോഗ്യമന്ത്രിയുടെ പത്തനംതിട്ടയിലെ MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തിയത്. ഇവർ നേരത്തെ കോളേജിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. വിദ്യാർത്ഥി സംഘടനകൾ ഈ വിഷയവുമായി കുറച്ചധികം ദിവസമായി ഈ പ്രതിഷേധ മുഖത്തുണ്ട്. ഇന്നെന്തായാലും ABVPയുടെ പ്രതിഷേധം പോലീസ് ഈ MLA ഓഫീസിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട്. പ്രവർത്തകർ നിലവിൽ ഈ ബാരിക്കേഡിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. നിലവിൽ സമരം മറ്റ് സംഘർഷത്തിലേക്ക് പോയിട്ടില്ല. പക്ഷേ ഈ സമരം ഒരു പക്ഷേ പോലീസുമായി ഒരു ഏറ്റുമുട്ടലിലേക്ക് കടക്കാം. കാരണം കഴിഞ്ഞ ദിവസം KSU നടത്തിയ മാർച്ച് ഉൾപ്പെടെ വലിയ സംഘർഷാവസ്ഥയിലേക്ക് പ്രവേശിച്ചിരുന്നു. പോലീസുമായി പ്രവർത്തകർ നേരിട്ട് ഏറ്റുമുട്ടുന്നൊരു സാഹചര്യമുണ്ടായി. അന്ന് KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ എത്തിയിരുന്നു. ഇന്ന് എന്തായാലും ABVPയുടെ ജില്ലാ കമ്മിറ്റിയാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. 50ഓളം പ്രവർത്തകരാണ് ഈ മാർച്ചിൽ പങ്കെടുക്കുന്നത്. നിലവിൽ ഈ ബാരിക്കേഡിന് മുന്നിൽ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പോലീസ് ഉൾപ്പെടെ എല്ലാ സന്നാഹങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹം പ്രദേശത്ത് നിൽക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു പ്രതിഷേധത്തിലേക്കാണ് ABVP കടക്കുന്നതെന്ന് അവർ പറയുന്നു. എന്തായാലും അമ്മുവിന് നീതി ലഭിക്കുന്നവരെ തങ്ങളുടെ പ്രതിഷേധം തുടരുമെന്നും അവർ ആവർത്തിക്കുകയാണ്. എന്തായാലും നിലവിൽ സംഘർഷാവസ്ഥയില്ല ആശ്മിയുടെ. അമ്മുവിന് നീതി ആവശ്യപ്പെട്ടാണ്, ആരോഗ്യവകുപ്പിന് അനാസ്ഥയിൽ അടിമുടി അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്, കോളേജിലേക്കല്ല നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രി വീണ ജോർജിൻ്റെ പത്തനംതിട്ട MLA ഓഫീസിലേക്കാണ് ABVPയുടെ പ്രതിഷേധം. ചികിത്സ വൈകിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങൾ, എന്നടക്കമുള്ള ആശങ്കകൾ കുടുംബത്തിനുണ്ട്. അതിനോട് ചേർന്ന് നിൽക്കുകയാണ് വിദ്യാർത്ഥി സംഘടനകൾ.